യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് എബ്രായർ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കും. എബ്രായർ 12-ന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയും. ആരെയാ നോക്കേണ്ടത്? നോക്കേണ്ട ഒരിടം കാണിച്ചു തന്നു. പൗലോസ് പറയണം, ഇന്നിടത്തോട്ട് നോക്കണം. എങ്ങോട്ട് നോക്കണം? യേശു ക്രിസ്തുവിനെ നോക്കുകയും. അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. കേട്ടോ, ഇന്ന് നിങ്ങളോട് പറയുന്ന സന്ദേശം അവിടെയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളീൻ. ജീവിതത്തിൽ മടുപ്പ് വരുന്ന ഒരുപാട് മേഖലകളുണ്ട്. ചില മേഖലകളിൽ മറുപടി ഉണ്ടാകുന്നില്ല. ജഡപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ലൗകികമായ പല പ്രശ്നങ്ങളും വിഷയങ്ങളും ഓർത്ത് ഭാരപ്പെട്ട് ഒരു മറുപടി ഉണ്ടാകുന്നില്ല എന്ന ചിന്തയിലിരിക്കുമ്പോൾ, സ്തോത്രം, ശക്തമായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമോ? ഒത്തിരി പ്രാർത്ഥിച്ചതെന്ന് പറയും അല്ലേ? ഒത്തിരി പ്രാർത്ഥിച്ചതാ. അവരോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക്, പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുകയും വേണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിന് മറുപടി വന്നുവെന്ന് വിശ്വസിക്കണം. രാമീൻ പറഞ്ഞ അപ്പൊ മടുപ്പ് കൂടാതെ ആരെ നോക്കി പ്രാർത്ഥിക്കണം? ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ക്രൂശിൽ സകല പങ്കപ്പാടും സഹിച്ചവനെ ഓർത്തു വേണം മുന്നോട്ട് ചലിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ഫിലിപ്പിയൻസ് 4:13 അത് വാക്യങ്ങൾ പൂർണ്ണമായിരുന്നു. ഫിലിപ്പിയൻസ് 4:13 വായിച്ചാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായി. ഇത് വിളിച്ചു പറയേണ്ടത് പ്രശ്നങ്ങളുടെയും വിഷയങ്ങളുടെയും നടുവിലാണ്. എല്ലാം ഓക്കെ ആയി ഒരു കംഫോർട്ട് സോണിനകത്ത് കയറി നിൽക്കുമ്പോഴല്ല വിളിച്ചു പറയേണ്ടത്. ഹല്ലേലൂയ. ഒന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി റൺ ചെയ്യുമ്പോൾ വിളിച്ചു പറയേണ്ട ഒരു വാക്യമല്ല ഇത്. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന കരുത്ത് ചോരാതെ ഭയപ്പെടാതെ തന്റെ ഇടത്തോടെ വിളിച്ചു പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കേട്ടോ, എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, എന്നെ ഇല്ലാതാക്കത്തില്ല. ഈ പ്രശ്നങ്ങൾക്കൊന്നും എന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. രാമയും പറഞ്ഞു. അങ്ങനെ പറയാൻ തന്റെ ഇടമുണ്ടോ? തന്റെ ഇടം മാത്രം കർത്താവിനെ സ്തുതിച്ചാട്ട്. റോമൻസ് 15:13 എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും നിറയപ്പെടണമെങ്കിൽ പ്രത്യാശയുണ്ടാകണം. ഗോഡ് ഓഫ് ഹോപ്പ് എന്റെ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് പ്രത്യാശയുടെ ദൈവം. നിന്നെ തകർത്ത് കളയുന്നുള്ളതല്ല പ്രത്യാശ. ഹല്ലേലൂയ. നിന്നെ റോഡിലിട്ട് അല്ലെ, നിന്നെ വണ്ടി കയറ്റി ഇടിച്ച് അല്ലെ, ദൈവം അടിച്ചു അല്ലെ, എങ്ങനെയല്ലേ പറയുന്നത്? ദൈവം അടിച്ചു. ആ ദൈവമല്ല, വേറെ വല്ലതും. അവനെ കുറിച്ച് യോഹന്നാൻ 10:10 കിടപ്പുണ്ട്. അറക്കാനും മുടിപ്പാനും ഒരുവൻ കടന്നു വരുന്നു. ആ ദൈവമല്ല. അറക്കാനും മുടിപ്പാനും ഒരുവൻ കടന്നു വന്നു. ഞാനോ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ കടന്നു വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെയും ദൈവം എന്ന് വിളിക്കുന്നത്? തകർത്ത് കളയുന്നവൻ, നശിപ്പിച്ചു കളയുന്നവൻ. നിങ്ങളെ ജീവിതത്തിലിട്ടിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നടക്കാതെ നിങ്ങളെ പാതി വഴിക്ക് ഇല്ലാതാക്കുന്നവനെയാണോ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്? എന്റെ ദൈവം അങ്ങനെ ഒരുവനല്ല. അവൻ പ്രതീക്ഷകളുടെ പ്രത്യാശകളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായെന്ന് വിശ്വസിക്കുന്നു.
റോമൻസ് 8:14-15 വേഗം വായിക്കണേ. റോമൻസ് 8:14-15. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ആരാ ദൈവത്തിന്റെ മക്കൾ? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇത് തിരിച്ചറിയാതെ നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പരിപാടി. ഞാൻ ആരാ? ഞാൻ മകനാണ്. എനിക്ക് പിഴവുകളുണ്ട്. ഞാൻ ആരോട് ഏറ്റു പറയും? എന്റെ അപ്പനോടല്ലാതെ വേറെ ആരോട് ഇത് പറയുന്നേ? അപ്പ ചില മണ്ഡലങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഉണ്ടാകുന്നില്ല, അപ്പനോട് പറയരുതോ? എന്റെ മക്കള് എന്റെ അടുത്ത് ഓടി വന്ന് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പറയും, അവർക്ക് ധൈര്യത്തോടെ കടന്നു വരാം. അങ്ങനെയെങ്കിലും സ്വർഗസ്ഥ നമ്മുടെ തമ്പുരാന്റെ അടുത്ത് നമ്മുടെ വിഷയങ്ങൾ ചെന്ന് പറയരുതോ? ഉറപ്പായിട്ടും മറുപടി ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര തന്നിരിക്കുന്നത്. 38-39 വായിക്കണം. അതേ അധ്യായത്തിന് തന്നെ 38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ താഴത്തിനോ യാതൊന്നിനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. ഒന്നിനും എന്നെ ദൈവത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ലെന്ന് ഉറച്ചു പറയുവാൻ തന്റെ ഉള്ളവർ കർത്താവിൽ നിന്ന് ശക്തിയോടെ ശ്രമിച്ചാട്ട്. ഒരു ശക്തിക്ക് എന്റെ അപ്പനെ വേർപെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്തൊന്നു ഭവിച്ചാൽ, ഏതെല്ലാം പ്രശ്നങ്ങൾ ശക്തിയോടെ എഴുന്നേറ്റ് വന്നാലും എന്റെ യേശുവയുടെ സാന്നിധ്യത്തിൽ ഞാൻ മാറുകയില്ല. ഒരാമീൻ പറയാൻ തയ്യാറാണ്? 38-39 വായിച്ചു. 1 പത്രോസ് 5:6-7 വാക്യങ്ങളോട് വായിക്കും. 1 പത്രോസ് 5:6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് കേട്ടോ, നമ്മളെല്ലാം അല്ലെങ്കിൽ 100 പേരിൽ 98% പേരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജീവന കാര്യങ്ങളെ സംബന്ധിച്ച് 2% ഉള്ളൂ. എൻ്റെ കണക്കാണേ, അതല്ല പാസ്റ്റർ, ഒരു 50% ഉണ്ടെന്ന് പറയുന്നവർ ഉണ്ടായിരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ കർത്താവിന്റെ മഹത്വത്തിൽ എനിക്ക് നിറയണം, ദിനംപ്രതി ആത്മാവിന്റെ ശക്തിയാൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുഭൂരിപക്ഷം പേര് പ്രാർത്ഥിക്കുന്നത് ജീവന വിഷയങ്ങൾ, ജോലി, സമ്പത്ത്, ആരോഗ്യം, അല്ലേ, ശമ്പളം കൂട്ടിക്കിട്ടുന്ന വിഷയങ്ങള്, അല്ലേ, അങ്ങനെ ഇതര ഭൗതിക വിഷയങ്ങളാണ് മിക്കവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ. എന്നാൽ ഒരുവൻ സ്പിരിച്വലി ആത്മികമായി വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രാർത്ഥനാ വിഷയത്തിന് തന്നെ വ്യത്യാസം വരും. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ദിനംപ്രതി നിറയ്ക്കണമേ എന്നൊരു പ്രാർത്ഥന. കാരണം അവനൊരു ബോധ്യമുണ്ട്, ഞാൻ ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒക്കെ തന്നെ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവം നടത്തിത്തരുവാൻ മതിയായവനാണ്. ഞാൻ എന്ത് ചെയ്താൽ മതി? അവന്റെ സന്നിധിയിൽ താണിരുന്നാൽ മതി. ആ വാക്യം വായിച്ചേ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഒരാമീൻ പറയാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയമായി വളർച്ച പ്രാപിച്ചവർക്ക്, എൻ്റെ വിഷയങ്ങൾ എൻ്റെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെന്നൊരു ഉറപ്പുള്ളവർക്ക് പിന്നെ അകത്ത് ഭാരമടിക്കത്തില്ല. ഇന്ന് നേരിടുന്ന വിഷയങ്ങൾക്കെല്ലാം നാളെ ഒരു മറുപടി നിശ്ചയമായി ഉണ്ടാകും. ഹല്ലേലൂയ. പാസ്റ്റർ, എന്റെ നാളെ എന്താ ഒന്ന് പ്രവചിച്ചേ? യഥാർത്ഥത്തിൽ ആത്മീയമായ വളർച്ച പ്രാപിച്ചവന് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പലരും വന്ന് പ്രാർത്ഥിച്ച് ഇന്ന കാര്യങ്ങൾ ഒന്ന് പറയണേ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് പറയാറുമുണ്ട്. പക്ഷേ ആത്മീയമായ വളർച്ച പ്രാപിച്ചവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ ആവശ്യകതയില്ല. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ജഡത്തിലാണ് എങ്കിൽ
നമുക്ക് ആത്മീയമായ വിഷയങ്ങളെ പ്രാപിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ. പൗലോസ് പറയും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പിഴവുകളെ ദിനംപ്രതി ദൈവസ്ഥാനത്തിൽ ഏറ്റു പറയുക. നിങ്ങൾക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ ഒരു പ്രവൃത്തി തികച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം അകത്തു നിറയുക. ഞാൻ നിൽക്കുന്നത് കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ചലിക്കുന്നു എന്ന ബോധ്യത്തോടെ അവൻ്റെ സന്നിധി താണിരുന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുവാൻ മതിയായവനത്രേ. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ പിതാവേ, കർത്താവേ, നിങ്ങളുടെ സാന്നിധ്യം മഹത്വം തിരിച്ചറിഞ്ഞൊരു കൂട്ടമായി അവർ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ വിടുതലുകളും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ സകലതും ചെയ്തു വരാൻ മതിയായവനാണ്. ഇന്ന് ഞാൻ നേരിടുന്ന വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകും. ആ ഒരു ഉറപ്പ് സകലമേൽ നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനത്രേ. അവൻ മറുപടി തരുവാൻ കഴിവുള്ളവനത്രേ. ആമേൻ, ആമേൻ, ആമേൻ.